നമ്മളിപ്പോൾ അതിനെ ഫൈറ്റ് ചെയ്യാൻ വിചാരിച്ചു, തിരിച്ച് നമ്മളെ ഫൈറ്റ് ചെയ്യുന്നത് സിമ്പിളായിട്ടാണെങ്കിൽ ഇപ്പോൾ നമ്മളൊരു വര വരയ്ക്കുകയാണെങ്കിൽ അത് ഇച്ചിരി തെറ്റിപ്പോയാലും കമ്പ്യൂട്ടറിനെ സോൾവ് ചെയ്താൽ വരാം. അനിമേഷൻ പഠിക്കണമെങ്കിൽ അല്ലെങ്കിൽ അനിമേഷൻ കരിയർ തന്നെ ഡ്രോയിങ് അറിയുന്നവർക്ക് മാത്രമേ പറ്റുള്ളൂ എന്ന് പൊതുവെ പറയാറുണ്ട്. ശരിക്കും അത് അങ്ങനെയാണോ? അത് കാലങ്ങൾക്ക് മുമ്പ് അങ്ങനെയായിരുന്നു. കാരണം അന്ന് നമുക്ക് കമ്പ്യൂട്ടറൊക്കെ വരുന്നതിന് മുമ്പേ ഡ്രോയിങ് ചെയ്ത് സ്റ്റോപ്പ് ബോക്സ് എന്ന് പറഞ്ഞൊരു ബോക്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഡ്രോയിങ് വെച്ചിട്ട് അതിൻ്റെ പുറകെ ലൈറ്റ് ഇലൂമിനേറ്റ് ചെയ്ത് അടുത്ത ഫ്രെയിം നോക്കിയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഇന്ന് നമുക്ക് ഡ്രോയിങ് അറിയണമെന്ന് നിർബന്ധമില്ല. കാരണം ഇന്ന് നമുക്ക് ടെക്നോളജി ഉള്ളത് തന്നെ കൊണ്ട് തന്നെ ഒരു ബേസിക് ഡ്രോയിങ് സ്കിൽസ് അത്ര അറിയാം. ബാക്കി നമുക്ക് ഡിജിറ്റൽ ആർട്ടും അനലോഗ് ആർട്ടും നല്ല വ്യത്യാസമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിജിറ്റൽ ആർട്ട് എന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും നമുക്ക് കുറച്ചുകൂടി നമ്മളിപ്പോൾ ഒരു സിമ്പിളായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളൊരു വര വരയ്ക്കുകയാണെങ്കിൽ അത് ഇച്ചിരി തെറ്റിപ്പോയാലും കമ്പ്യൂട്ടറിനെ സോൾവ് ചെയ്താൽ വരാം നമുക്കത് ഒരു കർവായിട്ട് എടുക്കാം. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഇത്ര എയുടെ സഹായവും അതേപോലെ തന്നെ ടെക്നോളജി ഇത്രയും വളർന്നതിന് ശേഷം നമുക്ക് കലാബോധം മതി, ഡ്രോയിങ് അറിയണമെന്ന് നിർബന്ധവും. സിനിമകളും കാർട്ടൂണുകളും ഒഴികെ മറ്റേതൊക്കെ ഫീൽഡിലാണ് അനിമേറ്റേഴ്സിന് സാധ്യതകൾ കൂടുതലുള്ളത്? ഇതിൽ പലർക്കും അറിയാത്തൊരു കാര്യമുണ്ട്. കാരണം 80% നമ്മൾ ആനിമേഷൻ ഉപയോഗിക്കുന്നത് ഗെയിമിലാണ് കൂടുതൽ. കാരണം ഇപ്പോൾ നമ്മൾ ഒരു വൈസ് സിറ്റി എക്സാമ്പിളായിട്ട് നമുക്ക് എടുക്കാം. കാരണം വൈസ് സിറ്റിയിൽ ഇപ്പോൾ നമ്മളൊരു NPC ക്യാരക്ടറാണ്, നമ്മളിപ്പോൾ അതിനെ ഫൈറ്റ് ചെയ്യാൻ വിചാരിച്ചു, തിരിച്ച് നമ്മളെ ഫൈറ്റ് ചെയ്യുന്നത് ആ 3D ആനിമേഷൻ എവിടെ ക്രിയേറ്റ് ചെയ്യണം, നമ്മൾ ഈ പഠിക്കുന്ന ആനിമേഷൻ്റെ ഇതിൽ തന്നെ വരുന്ന കാര്യമാണത്. അപ്പോൾ കൂടുതലും സിനിമയും കാർട്ടൂൺ മേഖലയിലും നമുക്ക് ഇതുണ്ട്, പക്ഷെ കൂടുതൽ ഇത് ഉപയോഗിക്കുന്നത് ഗെയിമിൽ.